CA, CMA, ACCA അപ്പോൾ ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സൊക്കെ നമുക്കറിയാം ഇത് പാസ്സാവാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് വൺ ഓഫ് ദി മെയിൻ റീസൺ എനിക്കെന്ന് തോന്നുന്നൊരു കാര്യം എന്താ പറയുക, കുട്ടികൾ ഇത് പഠിക്കുന്ന സമയത്ത് അതിൽ അവരാവശ്യമായിട്ടുള്ള ഒരു ഡെപ്തിലുള്ളൊരു നോളേജ് പല ആളുകളും അതിൽ നേടിയെടുക്കാറില്ല. കാരണം നമ്മൾ CA എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ്, അതിൻ്റെ അപ്പുറം ഇനി ഒന്നുമില്ല ആണല്ലോ. യെസ്, അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന ആൾക്ക് ശരിക്കും അത്രയും ലെവൽ ഓഫ് നോളേജ് ഉണ്ടെന്ന് ആര് എക്സ്പെക്റ്റ് ചെയ്യും? ICA എന്ത് ചെയ്യും? എക്സ്പെക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും സ്റ്റുഡൻസ് ഒന്നും എന്ത് ചെയ്യുക പാസ്സാവാത്തത്. കാരണം അത്രയും ഡെപ്ത് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പഠിക്കുമ്പോൾ നമുക്കതൊരു രസമായിട്ടൂടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ആ ക്ലാസ് മനസ്സിലാവണം. മിക്ക കുട്ടികളിപ്പോൾ വെറുതെ ഇക്വേഷൻസ് ബൈ ഹേർട്ട് ചെയ്യുക, കുറേ തിയറീസ് ബൈ ഹേർട്ട് ചെയ്യുക. ആക്ച്വലി അത് പ്രാക്ടിക്കൽ നോളേജുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പഠനം എന്ന് പറയുന്നത് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങൾ പാസ്സാകാനുള്ള പ്രോബബിലിറ്റി എന്താണ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, സോ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.